അങ്ങനെ പോർച്ചുഗീസിന് ആ കാര്യം മനസ്സിലായി. ഇനി കച്ചവടം കോഴിക്കോട് തീരത്ത് നടക്കില്ല. പക്ഷേ ആക്രമണം അവർ അവസാനിപ്പിച്ചില്ല. പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലൊക്കെ അവർ ആക്രമണം തുടർന്നു. മാത്രവുമല്ല, പതിയെ പതിയെ അവർ മറ്റൊരു ഇടം തിരഞ്ഞെടുത്തു: കൊച്ചി. പോർച്ചുഗീസുകാർ പ്രതീക്ഷിക്കാത്ത വരവേൽപ്പായിരുന്നു കൊച്ചി രാജവംശം അവർക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരുന്നു അവരുടെ കച്ചവടത്തിൽ അവിടെ വന്ന വളർച്ച. പതിയെ പതിയെ പോർച്ചുഗീസുകാർ തങ്ങളുടെ തലസ്ഥാനം കൊച്ചിയായി പ്രഖ്യാപിച്ചു. മാത്രവുമല്ല, ചെറു രാജ്യങ്ങൾ തങ്ങളുടെ കോളനിയാക്കി മാറ്റുന്നത് പോർച്ചുഗീസിനൊരു ഹരമായി മാറുവാൻ തുടങ്ങി. ആ ഹരം അവരെ പല സ്ഥലങ്ങളിലും കൊണ്ടെത്തിച്ചു: ഗോവ, ധാമൻ, ദിയോ. തലമുറകൾ കടന്നു പോകുന്തോറും മരക്കാരുടെ പേര് കടലിനൊപ്പം വളർന്നു. ആളുകൾ അയാളെ ദൈവത്തെപ്പോലെ കാണുവാൻ തുടങ്ങി. അയാളുടെ അഭിപ്രായങ്ങൾ ഉത്തരവുകളായി കാണുവാൻ തുടങ്ങി. മരക്കാരുടെ കപ്പൽ തീരത്തെത്തുന്ന ദിവസം ആഘോഷമാണ്. എന്നാൽ ആ ആഘോഷത്തിന്റെ ഒച്ചകൾ ഒരിടത്ത് ചെന്ന് നിശബ്ദമാകുമായിരുന്നു: കൊട്ടാരത്തിന്റെ ഉയർന്ന ജനാലയ്ക്കൽ. സാമൂതിരി പരമ്പരയിലെ ഏറ്റവും പുതിയ സന്തതി തന്നേക്കാൾ കൂടുതൽ ജനം ആരാധിക്കുന്നത് മരക്കാരെയാണെന്ന് അയാൾക്ക് നേരത്തെ മനസ്സിലായിരുന്നു. ആ ചിന്ത സാമൂതിരിയുടെ ഉറക്കം കെടുത്തുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു ആ അതിഥികളുടെ പ്രതീക്ഷിക്കാതെയുള്ള വരവ്. സാമൂതിരിയെ പൂർണ്ണമായും ഞെട്ടിക്കുന്നതായിരുന്നു ആ അതിഥികൾ, പോർച്ചുഗീസുകാർ. അവർ സാമൂതിരിയെ നോക്കിയൊന്ന് ചിരിച്ചു. സാമൂതിരിയും പുഞ്ചിരിച്ചു. കച്ചവടം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നാൽ അതിനുള്ള അനുമതി തമ്പുരാൻ നിരസിച്ചു. എന്നാൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? കടൽ ഇപ്പോൾ ആരുടേതാണ് തമ്പുരാനെ? സാമൂതിരി മിണ്ടിയില്ല. തന്റെ ഉള്ളിലേക്ക് തന്നെ അയാളൊന്ന് നോക്കി. യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് ഒരു രാജാവിന്റെ ഏറ്റവും വലിയ പരാജയം. അയാൾ സാമൂതിരിയെ നോക്കി. സാമൂതിരിയുടെ ചിന്തകൾക്ക് മൂർച്ച കൂടിയെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ സാമൂതിരിയുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചൊന്ന് നോക്കി. ഒരു ചൂണ്ടക്കാരൻ ചൂണ്ടയിൽ ഇര കുടുങ്ങുന്നത് കാണുന്നത് പോലുള്ള ആ നോട്ടം. സാമൂതിരി ചിന്തയിൽ ആഴ്ന്നുപോയി. കുഞ്ഞാലി ഇല്ലാതായാൽ പോർച്ചുഗീസ് ഈ മണ്ണ് വിഴുങ്ങും. ആ സത്യം അറിയാം. പക്ഷെ കുഞ്ഞാലി നിൽക്കുന്നിടത്തോളം ഈ കസേര ഉലയും. ആ സത്യവും അറിയാം. 2 വാളുകൾ, 2 മൂർച്ചയുള്ളവ, രണ്ടും തന്നിലേക്ക് തന്നെ തിരിഞ്ഞവ. ഏതാണ് ആദ്യം നേരിടേണ്ടത്? ഒരു രാജാവ് ഒരിക്കലും 2 ശത്രുക്കളെ ഒരേ സമയം നേരിടരുത്. ആദ്യമൊന്ന്, പിന്നെ മറ്റേത്. ആ പഴയ തന്ത്രം മനസ്സിൽ തെളിഞ്ഞു. ആ തീരുമാനം ഒരു നിമിഷം കൊണ്ടുറച്ചു. ഒരു ചതുരംഗ കളിക്കാരൻ ഒരു കരു ബലി കൊടുത്ത് കളി ജയിക്കാൻ തീരുമാനിക്കുന്നത് പോലെ. അയാൾ പൂർണ്ണ സന്തോഷത്തോടെയായിരുന്നു കൊട്ടാരത്തിൽ നിന്നും പടിയിറങ്ങിയത്. അയാളുടെ ആ ചിരി വർഷങ്ങൾക്ക് മുന്നേ കൊട്ടാരത്തിൽ പടർന്ന അതേ ചിരി തന്നെയായിരുന്നു. വാസ്കോ ഡ ഗാമയുടെ ചെറുമകൻ ഡോം ഫ്രാൻസിസ്കോ ഡ ഗാമ, പോർച്ചുഗീസ് പടയുടെ പുതിയ വൈസ്രോയി. അങ്ങനെ അവർ യുദ്ധത്തിന്റെ തിരികൾ കൊളുത്തി. അപ്രതീക്ഷിതമായ യുദ്ധം കുഞ്ഞാലിയെ ഞെട്ടിച്ചു. എന്നാൽ കൂടുതൽ ഞെട്ടിച്ചത് സാമൂതിരിയുടെ ആ സൈന്യത്തെ കണ്ടപ്പോഴായിരുന്നു. മരക്കാരുടെ കോട്ട അവർ ആക്രമിക്കാൻ തുടങ്ങി. ആ കോട്ടയിൽ മരണവിളി മുഴങ്ങിക്കൊണ്ടിരുന്നു. തന്റെ ജനങ്ങൾ മരണമടയുന്ന ചിത്രം കുഞ്ഞാലിയെ തളർത്തി. കുഞ്ഞാലിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ ആക്രമണം കൂടിക്കൊണ്ടിരുന്നു. സ്ത്രീകളുടെ ശബ്ദം, കുട്ടികളുടെ കരച്ചിൽ. തന്നെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ ജീവൻ നഷ്ടമാകുമെന്ന് കുഞ്ഞാലിക്ക് മനസ്സിലായി. കുഞ്ഞാലി തന്റെ ജനങ്ങൾക്ക് വേണ്ടി ആ തീരുമാനമെടുത്തു: ഞാൻ കീഴടങ്ങാം. കുഞ്ഞാലിയുടെ ശബ്ദത്തിൽ യുദ്ധത്തിന്റെ തിരികൾ അണയുവാൻ തുടങ്ങി. കീഴടങ്ങുന്നത് ഈ വരുത്തന്മാർക്ക് മുന്നിലല്ല, എന്റെ രാജാവിന് മുന്നിൽ മാത്രം. ആദ്യമായി അയാൾ തോറ്റു. ജനങ്ങളുടെ കണ്ണുകൾ കലങ്ങി. അവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. സാമൂതിരിയുടെ സേനകൾ കുഞ്ഞാലിയെ വളഞ്ഞു. എന്നാൽ പെട്ടെന്നായിരുന്നു സാമൂതിരി ഞെട്ടിത്തരിച്ചത്. പോർച്ചുഗീസുകാർ തന്നെയും തന്റെ സേനകൾക്ക് നേരെയും വാളോങ്ങി. ഇവനെ നിങ്ങൾക്ക് തന്നാൽ ഇവൻ ഇനിയും വളരുകയുള്ളൂ. പക്ഷേ ഇവനെ ഞങ്ങളെടുത്താൽ. ആ ചിരി ഒരു രാജ്യത്തിന്റെ ചിരിയായിരുന്നു. വർഷങ്ങളായി ആ രാജ്യം കേൾക്കുവാൻ ആഗ്രഹിച്ച വാർത്തയായിരുന്നു അത്.
അങ്ങനെ എല്ലാവരും നോക്കുകുത്തികൾ പോലെ ആ കാഴ്ച കണ്ടുനിന്നു. തന്റെ ജനങ്ങളെ, തന്റെ രാജാവിനെ സാക്ഷിയാക്കി കുഞ്ഞാലിയെ അവർ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി. സാമൂതിരിയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവസാനമായി ഇടറിയ കണ്ണുകൾ കൊണ്ട് കുഞ്ഞാലിയെ അകലെ നിന്നും നോക്കി നിന്നു. അന്നവിടെ ആഘോഷമായിരുന്നു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന്റെ അവസാനമായിരുന്നു അത്. എല്ലാവരും അയാളുടെ വരവിനു വേണ്ടി കാത്തിരുന്നു. കാത്തിരിപ്പിന് വിരാമമിട്ട് കുഞ്ഞാലിയെ പൊതുവേദിയിലേക്ക് അവർ കൊണ്ടുവന്നു. ആ രൂപത്തെ കണ്ട നിമിഷം ചിലർക്ക് ആഘോഷമായിരുന്നു, മറ്റു ചിലരിൽ അതൊരു വേദനയായിരുന്നു. ഇനിയൊരു കുഞ്ഞാലിയില്ല, നമുക്ക് നേരെ വരുന്നവർക്കുള്ള സൂചനയാണ് ഇവന്റെ തല. തങ്ങൾക്ക് കിട്ടിയ ഇന്ത്യ എന്ന നിധിയെ അവർ സൂക്ഷ്മമായി വിനിയോഗിച്ചു. എന്നാൽ അധികനാളത് തുടർന്നില്ല. ആ നിധി അന്വേഷിച്ച് മറ്റു വേട്ടക്കാർ കാട് കയറുന്നുണ്ടായിരുന്നു. ഡച്ചിന് ഇന്ത്യയെക്കുറിച്ച് അധിക ധാരണയില്ലായിരുന്നു. ആകെ ധാരണയുണ്ടായിരുന്നത് ഒരൊറ്റ കാര്യം മാത്രം: ശത്രു ഇന്ത്യയല്ല, പോർച്ചുഗീസാണ്. അങ്ങനെ ആദ്യം അവർ ആന്ധ്രാപ്രദേശിലെ മസുലി പട്ടണത്ത് ആദ്യ ഫാക്ടറി സ്ഥാപിച്ചു. തുടർന്നവർ പല സ്ഥലങ്ങളിലും ഫാക്ടറികൾ സ്ഥാപിക്കാൻ തുടങ്ങി. അവരുടെ പ്രധാന ആസ്ഥാനം തമിഴ്നാട്ടിലെ പുലിക്കാട്ടിലായിരുന്നു. പതിയെ ഡച്ച് ശക്തരായി. മസാലകളുടെ കച്ചവടം, കുരുമുളക്, ഏലം ഇവയൊക്കെ ഡച്ചിന്റെ കൈകളിലേക്ക് വഴുതി വീണു. പോർച്ചുഗീസ് പതറിത്തുടങ്ങി. അവരുമായി നേരിട്ടൊരാക്രമണത്തിന് വന്നില്ല എങ്കിലും ഡച്ചുകാർ ഭീഷണിയാണെന്ന് അവർക്ക് മനസ്സിലായി. കടലിൽ ഡച്ച് കപ്പലുകൾ പോർച്ചുഗീസ് കപ്പലുകളെ വെല്ലുവിളിച്ചു. ഏത് നിമിഷവും അവർക്കിടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ അവർ ആരും അറിയാതെ നിശബ്ദമായി അണിയറയിൽ മറ്റൊരു കൂട്ടർ ഒരുങ്ങുന്നുണ്ടായിരുന്നു.